KCBC സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. മുനമ്പം വിഷയം, വയനാട് ദുരിതത്തിലെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. മുനമ്പത്ത് ശാശ്വത പരിഹാരം വേണമെന്ന നിലപാടിൽ KCBC ഉറച്ചു നിൽക്കുകയാണ്. ഡാനി പോൾ ചേരുകയാണ്. ഡാനി, KCBC ഈ സമരത്തുമായി ബന്ധപ്പെട്ട് മുൻപിലുള്ള സംഘടനകളിൽ ഒന്നാണ്. വളരെ പ്രധാനപ്പെട്ട അവരുടെ കൂടി കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കേണ്ടത്. ഈ സമരം ശക്തമാക്കുക, സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തുക, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാകുമല്ലോ. ഈ സമ്മേളനത്തിൽ അതിനുള്ള ഒരു അജണ്ട ഫിക്സ് ചെയ്യുമോ? രഞ്ജിത്ത്, മുനമ്പം വിഷയം ഇത്തവണ KCBC-യിൽ സജീവ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. KCBC-യുടെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാവുന്നത്, കൊച്ചിയിൽ തുടക്കമാവുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും തന്നെ അജണ്ടയിലേക്ക് വരുന്നുണ്ട്. അതിലൊരു പ്രധാന വിഷയം മുനമ്പം തന്നെ ആകുമെന്ന കാര്യത്തിലാണ്. കാരണം മുനമ്പം വിഷയത്തിനൊപ്പം തന്നെ വയനാട് ദുരന്തത്തിലെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്നാലും നമുക്കറിയാം, മുനമ്പം വിഷയം വളരെ സജീവമായിട്ട് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇതിലൊരു ശാശ്വതമായ നടപടികൾ വേണമെന്ന നിലപാടിൽ തന്നെയാണ് നേരത്തെയും ക്രൈസ്തവ സഭകളൊന്നടങ്കം, കത്തോലിക്ക സഭകളൊന്നടങ്കം ആവശ്യപ്പെടുകയും ചെയ്തു. ഇവരെ പലരും തന്നെയും, പ്രത്യേകിച്ച് സിറോ മലബാർ സഭാ നേതൃത്വവും ലത്തീൻ സഭാ നേതൃത്വവും എല്ലാം തന്നെ ഒന്നാകെ മുനമ്പം സന്ദർശിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. KCBC പ്രസിഡന്റ് കൂടിയായ ക്ലീമിസ് കത്തോലിക്ക ബാവയും ഇവിടെ എത്തുകയും ചെയ്തു. അങ്ങനെ ഇവരെല്ലാവരും വളരെ ശക്തമായ ഒരു നിലപാടാണ് മുനമ്പം വിഷയമുള്ള കാര്യങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ പ്രതിഫലനങ്ങൾ സമ്മേളനത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ചർച്ചയാണ്. ഈ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് വയനാട് ദുരന്തവും അതോടൊപ്പം തന്നെ വിലങ്ങാട് ദുരന്ത മേഖലയിലും ഇവിടങ്ങളിലെല്ലാം തന്നെ സർക്കാർ സഹായം വൈകുന്നുവെന്ന വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ മെത്രാൻ സമിതിയുടെ ഒരു വിലയിരുത്തലും ആ രീതിയിൽ തന്നെയാണ്. പലതവണ അവരും ഇത്തരം കാര്യങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് മുനമ്പം വിഷയവും വളരെ സജീവമായിട്ട് തന്നെ അതിൽ ചർച്ചയായിട്ട് വരും എന്നത് തന്നെയാണ്. അതിൽ ഇന്ന് വൈകിട്ടാണ് സമ്മേളനം ആരംഭിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഒരു ചർച്ചയോ കാര്യങ്ങളോ ഇല്ല. വരും ദിവസങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചർച്ചയാകുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും KCBC സമ്മേളനത്തിൽ അത് സമ്മേളനാനന്തരം ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ എന്താണ് സർക്കാരിനോട് അവർ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കൃത്യമായ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം തന്നെ അവർ ആവശ്യപ്പെടുകയും ചെയ്യും. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു.